ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് നിന്ന് എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ഇത്തവണ UDF-നെ സംബന്ധിച്ച് VD സതീശൻ നേരിട്ടിറങ്ങി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയ ഒരു അഭിമാന പോരാട്ടമാണ് UDF-നെ സംബന്ധിച്ച്. നിലനിർത്താൻ വികസനം പറഞ്ഞാണ് LDF അവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള കണക്കുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് 50% എന്ന ആ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ല മാത്രമാണ്. ആര്യ, തീർച്ചയായും 50% മുകളിലായിരിക്കുന്നു എറണാകുളം ജില്ലയിലെ പോളിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം ജില്ലയാണ്. കൊച്ചി കോർപ്പറേഷൻ അത്യന്തം വാശിയോടുകൂടി തന്നെ UDF വിജയിക്കണം എന്ന തരത്തിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. പ്രത്യേകിച്ചും ആ നിലയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കിയത്. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF ഇവിടെ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. LDF ആണ് നിലവിൽ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇത് തൈക്കൂടത്തെ സെൻറ് അഗസ്റ്റിൻ UP സ്കൂളാണ്. ഇവിടെ 3 ബൂത്തുകളുണ്ട്. പ്രത്യേകിച്ചും 46, 47 ഡിവിഷനുകളിൽ വരുന്ന ബൂത്തുകളാണ്. അത്യന്തം ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്ന ഒരു ഇടവും കൂടിയാണ് ഈ ഡിവിഷനുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ നല്ല തിരക്കും ഉണ്ട്. ഉച്ചയായിട്ടും നല്ല തിരക്കുണ്ട്. ഇഘട്ടത്തിൽ ഈ സമയത്താണോ വോട്ട് ചെയ്യാൻ വരാറ്? ഇല്ല, വെളുപ്പിന് വരും. ഇന്നെന്ത് പറ്റി? അതോട്ട് ചുമയും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് ഓർത്തു. എങ്ങനെയാണ് സമയത്താണ് വരാറ്? അല്ല, എൻ്റെ മോള് ഇന്ന് അവധിയാണ്. മോള് ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ. അപ്പം അവളുണ്ടായതുകൊണ്ട് എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ടല്ലോ ഈ ബൂത്തിൽ. ഈ ബൂത്താണ് കൂടുതൽ ഉള്ളത്. അവിടെയൊക്കെ ശൂന്യതയല്ല. ഇവിടെ ഏതായാലും നല്ല തിരക്കുണ്ട്. പിന്നെ ഞാൻ ബൂത്ത് ഏജന്റ് ആയിരിക്കും എപ്പോഴും. ഈ പ്രാവശ്യം എനിക്ക് പറ്റിയില്ല. എങ്ങനെയാണ്? എന്തായാലും വോട്ട് ചെയ്ത് കഴിഞ്ഞോ? വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയതാ. കഴിഞ്ഞോ? അപ്പോൾ എന്തായാലും സ്ത്രീകളടക്കം നിരവധി പേർ പോളിംഗ് ബൂത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വോട്ട് ചെയ്യാൻ എത്തിയവരാണവർ. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അവരുടെ പൊന്നാപുരം കോട്ടയായി കണക്കാക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ മേൽക്കൈ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് UDF ലക്ഷ്യം. എന്നാൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു കയറുകയാണ് LDF-ന്റെ ലക്ഷ്യം. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടമാണ്. കഴിഞ്ഞ തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് LDF അധികാരത്തിലെത്തിയത്. ഇത്തവണ LDF വികസന പദ്ധതികളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് ആണ് വോട്ട് തേടുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് റിബൽ ശല്യം പലയിടങ്ങളിലുമുണ്ട്. എന്നാൽ പോലും UDF അത്തരത്തിൽ മുന്നോട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF വച്ചു പുലർത്തുന്നു. എന്നാൽ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ LDF-നുമുണ്ട്. എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ നടക്കുന്നത്. ഇപ്പോൾ 50% മുകളിൽ പോളിംഗ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. മെച്ചപ്പെട്ട പോളിംഗ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനെ കാണുന്നത്. കാരണം ആ നിലയിൽ തന്നെ മുന്നോട്ട് വരാൻ കഴിയും. ആ പോളിംഗ് ഉയർന്നാൽ അത് ആർക്ക് ഗുണകരമാകും, ആർക്ക് നേട്ടമാകും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ മുന്നണികളൊക്കെ തന്നെ അത്തരത്തിലുള്ള കൂട്ടിയും വീഴ്ചയും ഒക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളുണ്ട്. കാരണം വിവരങ്ങളാണ് എസ് രാഗിൻ നമുക്ക് പങ്കുവച്ചത്.